ജാപ്പനീസ് ബ്രാൻഡായ കൊമാക്കി ഇന്ത്യയിൽ ആദ്യമായി ഇറക്കിയ ഇലക്ട്രിക് ക്രൂസർ ബൈക്കാണ് കൊമാക്കി റേഞ്ചർ. ഡ്യുവൽ ഡിസ്ക് ബ്രേക്കും ഫുൾ ഡിജിറ്റൽ മീറ്ററും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും സിംഗിൾ ചാർജിൽ 170 കിലോമീറ്റർ പ്ലസ് മൈലേജുമാണ് കൊമാക്കി റേഞ്ചറിന്റെ ഹൈലൈറ്റ്. കൊമാക്കി റേഞ്ചറിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ കാണുക. ഡ്രീം ഡ്രൈവിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യസ് ഫസ്റ്റ് ഇലക്ട്രിക് ക്രൂസർ ബൈക്കായ കൊമാക്കി റേഞ്ചർ ആണ്. അപ്പോൾ കൊമാക്കി എന്ന് പറയുന്ന ബ്രാൻഡ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ട് ഏകദേശം 1 വർഷത്തോളമായി. ഇപ്പോൾ നമുക്കറിയാം ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ അത് 4 വീലർ ആയാലും 2 വീലർ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഇലക്ട്രിക് EV വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ സെഗ്മെന്റ് അല്ല, സ്കൂട്ടേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഏതർ ഉണ്ട്, ഓല സ്കൂട്ടേഴ്സ് ഉണ്ട്, അതേപോലെ ബജാജിന്റെ ചേതക് ഇലക്ട്രിക്കും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിലേക്കാണ് കൊമാക്കി എന്ന് പറയുന്ന ബ്രാൻഡ് ഏകദേശം 20ഓളം മോഡൽസുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി കൊമാക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽ കാഴ്ചവെക്കാൻ പറ്റി എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. കാരണം നമുക്ക് കേരളത്തിലായാൽ പോലും എല്ലാ ജില്ലകളിലും ഇപ്പം കൊമാക്കിയുടെ ഡിസ്ട്രിബ്യൂഷനും സർവീസ് സെന്റേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കൊമാക്കി എന്ന് പറയുന്ന ബ്രാൻഡ് ബേസിക്കലി ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്. 1987 തൊട്ട് തന്നെ ജാപ്പനീസ് ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ പാർട്സ് മാനുഫാക്ചർ ചെയ്താണ് ആദ്യമായിട്ട് ഇവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2016 തൊട്ട് ഇലക്ട്രിക് മാർക്കറ്റിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് കൊമാക്കി. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ബൈക്കിനെ കുറിച്ച് പറയുമ്പോൾ റേഞ്ചർ എന്ന് പറയുന്ന ബൈക്ക് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇലക്ട്രിക് സെഗ്മെന്റിൽ ശരിക്കും ആദ്യത്തെ ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് ഓഫർ ചെയ്യുന്ന നല്ലൊരു ക്രൂയിസിംഗ് എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ബൈക്ക് തന്നെയാണ് കൊമാക്കി. അപ്പം ഒരു പുതിയ ഒരു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൊമാക്കി റേഞ്ചറിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ അട്രാക്ട് ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് വളരെ ബൾക്കി ആയിട്ടുള്ള അതിന്റെ മാസ് ആയിട്ടൊരു ലുക്ക് ഓഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് കൊമാക്കി റേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ കാണാൻ സാധിക്കും. ഒരു LED ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് കൊമാക്കി റേഞ്ചറിൽ വന്നിരിക്കുന്നത്. ഒരു ക്രോം പ്ലേറ്റിംഗ് ഒക്കെ എടുത്ത് ഒരു റെട്രോ ഫീൽ അല്ലെങ്കിൽ ഒരു ഓൾഡ് സ്കൂൾ എഫക്ട് നൽകുന്ന രീതിയിൽ തന്നെ ഒരു ക്രൂയിസർ ബൈക്കിന്റെ ഫീൽ നൽകുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് 2 സൈഡിലുമായിട്ട് നമുക്ക് 2 ഓക്സിലറി ലാംപ്സും കാണാൻ പറ്റും. അപ്പോൾ രാത്രി കാലങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിസിബിലിറ്റി ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ബൈക്കിന്റെ ഹെഡ് ലാമ്പ് ക്ലസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിന് ചുറ്റും അതിന്റെ 2 സൈഡിലായിട്ട് നമുക്ക് ചെറിയ റിഫ്ലക്ടറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഫോക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഇതൊരു ഇലക്ട്രിക് ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഓഫ് റോഡ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാർഡ് ആയിട്ടുള്ള ഒരു റോഡ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാര്യം വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ആണ് ശരിക്കും ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം സസ്പെൻഷൻ എന്നൊക്കെ പറയുന്നത് ആ ഒരു ലെവലിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരുപാടധികം ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സസ്പെൻഷൻ ഒന്നുമല്ല, പക്ഷേ അത് അതിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന രീതിയിലുള്ള നല്ലൊരു സസ്പെൻഷൻ യൂണിറ്റ് ആണ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. മഡ് ഗാർഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു ടോട്ടൽ ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു മഡ് ഗാർഡാണ്, ഒരു ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിലുള്ള മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് 3 കളേഴ്സിലാണ് ഈ ഒരു ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ റെഡ് നമ്മൾ ബ്ലാക്ക് ആണെന്ന് പരിചയപ്പെടുന്നത്. ഇത് കൂടാതെ നമുക്ക് റെഡും അതേപോലെ ബ്ലൂ അവൈലബിൾ ആണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു ലുക്ക് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഈ ഒരു ബൈക്ക് കൊമാക്കിക്ക് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ടയേഴ്സിലേക്ക് വരും. ഫ്രണ്ട് ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഈവൻ ഒരു സ്മോക്ക് ബ്ലാക്ക് എഫക്റ്റിലുള്ള ഒരു അലോയ് പാറ്റേണിലാണ് നമുക്ക് ഈ ഒരു ബൈക്കിന്റെ അലോയ് വീൽ വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് വന്നിരിക്കുന്നത്. അതേപോലെ ബ്രേക്കിംഗിലേക്ക് വരുമ്പം നമുക്ക് കൊമാക്കിയുടെ ഒട്ടുമിക്ക എല്ലാ മോഡൽസിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹോണ്ട സ്കൂട്ടേഴ്സിൽ കാണുന്ന പോലെ ഒരു കോംബി ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 20ഓളം മോഡൽസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊമാക്കി ഇന്ത്യൻ ബ്രാൻഡിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് രജിസ്ട്രേഷൻ വേണ്ടതും രജിസ്ട്രേഷൻ വേണ്ടാത്തതായിട്ടുള്ള മോഡൽസ് ഉണ്ട്. അപ്പം ഒരു വൈഡ് വെറൈറ്റി ഓഫ് മോഡൽസ് കൊമാക്കിക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീണ്ടും റേഞ്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിൽ ഒരു വിൻഡ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു വൈസർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈസറിന്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു ഹൈ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഇലക്ട്രിക് ബൈക്ക് എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഹൈ സ്പീഡ്സ് ഒന്നും ക്രൂസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു നോമിനൽ ആയിട്ടുള്ള വിൻഡ് ബ്ലാസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ഒരു വൈസർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയൊരു അഡീഷൻ വേണമെങ്കിൽ ആവാമായിരുന്നു എന്ന് തോന്നിയത് ഈ 2 നമുക്ക് സൈഡ് മിറേഴ്സ് ആണ്. കാര്യം മിറേഴ്സ് സർക്കുലർ മോഷനിലുള്ള ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള മിറർ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിൽ കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് നൽകുമായിരുന്നു. 2 ഇൻഡിക്കേറ്റർ ലാംപ്സ് കാണാൻ പറ്റും. അതെല്ലാം ഹാലജൻ യൂണിറ്റ് ആണ്. നമുക്ക് ഫ്രണ്ടിൽ ഈ ഒരു ഹെഡ് ലാമ്പ് മാത്രമാണ് LED യൂണിറ്റ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൾക്കി ആയിട്ടുള്ള ഒരു മാസ് ലുക്ക് നൽകുന്ന രീതിയിൽ തന്നെ കൊമാക്കി റേഞ്ചറിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
കൊമാക്കി റേഞ്ചറിന്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ബേസിക്കലി പെട്ടെന്ന് കാണുമ്പോൾ ബജാജ് അവഞ്ചറിന്റെ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു ലുക്ക് എവിടെയൊക്കെ ഈ ഒരു ബൈക്ക് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നും നല്ലൊരു ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ലുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊമാക്കി ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഡയമെൻഷൻസിലേക്ക് വരുമ്പോൾ ഏകദേശം 2450 mm ആണ് ഈ ഒരു ബൈക്കിന് ടോട്ടൽ ലെങ്ത് വരുന്നത്. 1420 mm, ഏകദേശം 1420 mm ആണ് വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഒരു ക്രൂസർ ബൈക്ക് എന്ന രീതിയിൽ നമുക്ക് ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബൈക്കിന് സീറ്റിംഗ് എർഗോണോമിക്സും വന്നിരിക്കുന്നത്. അപ്പോൾ സീറ്റിലേക്ക് വരുമ്പം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള അണ്ടർ തൈ സപ്പോർട്ട് നൽകുന്ന ഒരു നമുക്ക് റൈഡർ സീറ്റാണ് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താ പറയുക, ഒരു റെട്രോ ചാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് ചെറിയ സ്റ്റഡ്സും കാര്യങ്ങളെല്ലാം ഒരു ക്രോം സ്റ്റഡ്സും കാര്യങ്ങളെല്ലാം ഈ സീറ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പില്ലിയൻ സീറ്റിലേക്ക് വരുവാണെങ്കിൽ പോലും ബാക്കിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്ന രീതിയിൽ തന്നെ ബാക്ക് സീറ്റിൻ്റെയും ഒരു തൈ സപ്പോർട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബാക്ക് പില്ലിയൻ ഒരു നമുക്കൊരു എന്താ പറയുക ഒരു സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരു ലെതർ സീറ്റിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് എർഗോണോമിക്സ് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ സീറ്റിംഗ് പോസ്ചറും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിന് പുറമെ യൂട്ടിലിറ്റി കോൺസെപ്റ്റിൽ നമുക്ക് 2 ബോക്സസ് കാണാൻ സാധിക്കും. 2 സൈഡിലായിട്ട് എല്ലാം ഫൈബർ കേസിംഗ് ഉള്ള ബോക്സുകളാണ്. അപ്പോൾ അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ്. ഒരുപാട് അധികം സാധനങ്ങളും സ്റ്റഫ് ചെയ്യാൻ സാധിക്കില്ല, കുറച്ച് സാധനങ്ങൾ വെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 2 സൈഡും കൊടുത്തിട്ടുണ്ട്, ലോക്കബിൾ ആയിട്ടുള്ള ബോക്സ് ആണ്. അത് കഴിഞ്ഞ് നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, ഇപ്പം നമ്മൾ അധികം സിറ്റിയിലാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കിലിരിക്കുന്ന ആളുടെ ഒരു കംഫർട്ടിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഒറ്റ പീസായിട്ടാണ് ഈ ഒരു ബോക്സിൻ്റെ യൂണിറ്റ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്ക്രൂ അൺമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് മാറ്റി വെക്കാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിലിരിക്കുന്ന ആൾക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് ബ്രേക്കിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CBS കോംബി ബ്രേക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫ്രണ്ടിൽ നമുക്ക് 270 mm ഡിസ്കും ബാക്ക് 240 mm ഡിസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്കിംഗ് എഫിഷ്യൻസി ഉള്ള ഒരു എന്താ പറയുക ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ടയറും ബാക്കും നമുക്ക് 110 സെക്ഷനാണ് ഫ്രണ്ട്, 140 സെക്ഷൻ ബാക്കും 17 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റാൽക്കോയുടെ ടയേഴ്സാണ് ഇപ്പോൾ സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത്. തെറ്റില്ലാത്തൊരു പെർഫോമൻസ് അല്ലെങ്കിൽ ഗ്രിപ്പ് നൽകുന്ന ഒരു ടയർ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് നമുക്കൊരു ഫൂട്ട് റെസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്രൂസർ ബൈക്ക് എന്ന രീതിയിൽ നമുക്ക് എന്താ പറയുക ഈ ഒരു പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള പൊസിഷനിലാണ് നമുക്ക് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു ഫുഡ് സ്റ്റെപ്പും കൂടെയാണ് നമുക്ക് കൊമാക്കി റേഞ്ചറിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു പോർഷനായിട്ട് നമുക്കൊരു ക്രാഷ് ഗാർഡ് കാണാൻ സാധിക്കും. അത്യാവശ്യം വലിയൊരു ക്രാഷ് ഗാർഡ് തന്നെ നമുക്ക് ഓൺ ബോർഡായിട്ട് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു പോർഷനായിട്ടാണ് നമുക്ക് ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബാറ്ററി കേസിൻ്റെ മുകളിലായിട്ട് കൊമാക്കി റേഞ്ചർ എന്നുള്ളൊരു ബാജിങ്ങും സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈബറിൻ്റെ ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഫൈബർ യൂസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം നമുക്കറിയാം നമ്മൾ നോർമലി കാണുന്ന ഇലക്ട്രിക് ബൈക്സ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പെട്ടെന്ന് ചൈന ഫീൽ എന്ന് തോന്നി പലരും ഇങ്ങനെ പറയാറുണ്ട് ചൈന ഫീൽ, പക്ഷേ അങ്ങനത്തെ ഒരു ഫീലൊന്നും നൽകുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് കൊമാക്കി അവരുടെ മോട്ടോർ സൈക്കിൾസ് ആയാലും സ്കൂട്ടേഴ്സ് ആയാലും എല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷൻ ചെറിയൊരു ക്രോം ബാജിങ് കാര്യങ്ങൾ ഒരു ക്രോം പ്ലേറ്റിംഗ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെട്രോ ചാം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ബാക്ക് സസ്പെൻഷനിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരു ഡീസൻ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ റൈഡ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു സസ്പെൻഷൻ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. റിയർ അല്ലെങ്കിൽ പില്ലിയൻ റൈഡറിനുള്ള ഫുഡ് ടെക്സ് ഈ ഒരു പോർഷനായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഫുഡ് ടെക്സ് ബേസിക്കലി നമ്മൾ റോയൽ എൻഫീൽഡിലൊക്കെ കാണുന്ന ഒരു സെയിം കൈൻഡ് ഓഫ് ഫുഡ് ടാഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ള എന്നാൽ ഒരു 160 to 170 mm അകത്ത് ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും സൈലൻസറോ കാര്യങ്ങളൊന്നും വരില്ല. കാര്യം മോട്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വാഹനമാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സൈലൻസറിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഫീൽ കിട്ടാനായിട്ട് നമുക്കിവിടെ ഒരു സ്പീക്കറാണ് ബേസിക്കലി പെട്ടെന്ന് കാണുമ്പോൾ ഒരു ചെറിയ എക്സോസ്റ്റ് ആയിട്ട് തോന്നുമെങ്കിലും അതൊരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ ഫ്ലെയിം വരുന്ന രീതിയിലുള്ള ഒരു LED ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സ്പീക്കറാണ് 2 സൈഡിലും ഒരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സൗണ്ട് മാറുകയും ആ ഒരു ഫീൽ നൽകാൻ വേണ്ടി ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി അത് തെറ്റില്ലാത്തൊരു സിസ്റ്റം തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയേഴ്സും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള നേരത്തെ പറഞ്ഞ ക്രൂസർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് നൽകുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് കൊമാക്കിയുടെ റേഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബൈക്കിന് ടാങ്ക് കാണാൻ സാധിക്കും. ബേസിക്കലി ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആയതുകൊണ്ട് നമുക്ക് ടാങ്കിന്റെ ആവശ്യമില്ല. എന്നാലും ഒരു ബൈക്ക് എന്നൊരു ഷേപ്പിനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് കൊമാക്കിയുടെ ഒരു ക്രോം ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതിന് പുറമെ നമുക്ക് ഇവിടെ ഫ്യൂൽ ലിഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കീ യൂസ് ചെയ്യും തുറന്നു നോക്കാം.
അപ്പം ഈ ഒരു പോർഷൻ ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ടാങ്ക് പോലെ കാണാൻ സാധിക്കും, പക്ഷേ ഇവിടെ സ്റ്റോറേജോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ കൊമാക്കി സ്റ്റോറേജും കൂടെ കൊടുത്തിരുന്നെങ്കിൽ അതൊരു നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. അപ്പോൾ സ്റ്റോറേജോ കാര്യങ്ങളൊന്നും തൽക്കാലം വരുന്നില്ല. അത് തൊട്ട് മേളായിട്ട് നമുക്ക് വെറുതെ ഒരു മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ ഗേജ് ഒക്കെ കാണിക്കുന്ന നോർമൽ ക്രൂയിസർ ബൈക്കുകളിൽ കാണുന്ന പോലെ നമുക്ക് ഈ ഒരു ടാങ്കിന്റെ മുകളിലായിട്ട് ഫ്യൂൽ ഗേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് വെറുതെ ജസ്റ്റ് ഒരു ഡിസൈൻ എലമെന്റ് എന്ന രീതിയിൽ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ആഫ്റ്റർ മാർക്കറ്റ് തോട്ട് പോലെ ഫീൽ ചെയ്യിക്കുന്നുണ്ട്, അത്ര ഒരു ക്വാളിറ്റി ആയിട്ട് അത് ഫീൽ ചെയ്യുന്നില്ല. അത് മാത്രമാണ് ഒരു ചെറിയൊരു ഡ്രോബാക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് നമുക്ക് മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരുപാട് എന്താ പറയുക, നമുക്ക് ഈ ഒരു മീറ്റർ കൺസോളിൽ ഈ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ബ്രൗസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് സ്പീഡും കാര്യങ്ങളെല്ലാം ഈ ഒരു കൺസോളിൽ അറിയാൻ പറ്റും. ഒരു ചെറിയ ഡയലാണ്, പക്ഷേ ആ ഒരു എന്താ പറയുക നല്ലൊരു റെട്രോ ചാം അല്ലെങ്കിൽ ഒരു ഫീൽ അതേപോലെ ആ ഒരു ഡയൽ നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ബാറ്ററിയുടെ വോൾട്ടേജും കാര്യങ്ങളും കാണാൻ സാധിക്കും. ബേസിക്കലി നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ നമുക്ക് പെർസെൻറ്റേജ് വൈസ് അല്ല ചാർജ് വരുന്നത്, നമുക്ക് ബാറ്ററി വോൾട്ട് അനുസരിച്ചാണ് നമുക്ക് ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. സ്പീഡും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു കൺസോളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു LED ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് കീയിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരുപാടധികം കീസ് നമുക്ക് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു മോട്ടോർ സൈക്കിൾ അവൈലബിൾ ആണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഒക്കെ കീ വരുന്നുണ്ട്. അതിന് പുറമെ സെൻട്രൽ ലോക്കിംഗ് കൂടെ ഉള്ള ഒരു വാഹനം അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിളാണ് കൊമാക്കി റേഞ്ചർ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഹാൻഡിലേക്ക് വരുമ്പോൾ ഒരു ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ അല്ലെങ്കിൽ റൈഡിംഗ് പോസ്റ്റർ തന്നെയാണ് ഈ ഒരു ഹാൻഡിൽ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ക്രോം പ്ലേറ്റഡ് ആണ്, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഹാൻഡിലും സ്വിച്ച് ഗിയേഴ്സ് എല്ലാം തെറ്റില്ലാത്തൊരു ക്വാളിറ്റി നൽകുന്ന സ്വിച്ച് ഗിയേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഡ്രൈവിംഗ് മോഡ്സ് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു മോഡ് ഷിഫ്റ്റർ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ലൈറ്റിൻ്റെ സ്വിച്ചും റിവേഴ്സ് ഗിയർ അല്ലെങ്കിൽ റിവേഴ്സ് ഓപ്ഷനും നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റിവേഴ്സ് പ്രസ് ചെയ്ത് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക നോമിനലായിട്ടുള്ള സ്പീഡിൽ നമുക്ക് റിവേഴ്സ് എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനൊപ്പം തന്നെ ക്രൂയിസ് കൺട്രോളും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ വലിയ വലിയ ഹൈവേസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ട്രെച്ചുള്ള റോഡുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ക്രൂയിസ് ചെയ്ത് ഈ ഒരു ബൈക്ക് ഓടിക്കാൻ സാധിക്കുന്നതും എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. അതിന് പുറമെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാടധികം സ്വിച്ച് കൺട്രോൾസ് ഈ ഒരു മോട്ടോർ സൈക്കിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നമുക്ക് ഹസാഡിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ ഹൈവേസിലൊക്കെ ക്രൂയിസ് ചെയ്ത് പോകുമ്പോൾ ഹസാഡ് ഇട്ട് വളരെ സേഫായിട്ട് ക്രൂയിസ് ചെയ്ത് പോകാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചും പിന്നെ സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ സൂപ്പർ മോഡ് എന്നാണ് കൊമാക്കി ആ ഒരു മോഡിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ, അതായത് നമ്മൾ സ്പീഡ് 3 ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സ്പോർട്സ് മോഡ് അല്ലെങ്കിൽ ഈ ഒരു സൂപ്പർ മോഡ് നമ്മൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർ അല്ലെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ പവർ എത്രത്തോളം ഉണ്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സൂപ്പർ മോഡിൽ ഇടുമ്പോഴാണ്. അതിനോടൊപ്പം തന്നെയാണ് നമുക്ക് ഹോണിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഹോണിൻ്റെ സ്വിച്ചിൽ ഒരു ചെറിയൊരു ഡ്രോബാക്ക് തോന്നിയത് അതിൻ്റെ കറക്റ്റ് നമുക്ക് കൈ എത്തുന്ന ഒരു പൊസിഷനിലല്ല ഹോൺ ഇരിക്കുന്നത്. കാര്യം നമുക്ക് ഇതിനിടയ്ക്ക് വീണ്ടും ഒരു ഗ്രൂപ്പ് ഓഫ് സ്വിച്ചസ് വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് ഹോൺ നമുക്ക് അമർത്തണമെങ്കിൽ ഒന്ന് കൈ ഹാൻഡിൽ നിന്ന് ചെറുതായിട്ട് എടുക്കേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതൊരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അതിന് പുറമെ നമുക്ക് ഇവിടെ ഒരു USB സ്ലോട്ടും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ സ്പീക്കർ, അതായത് നമ്മൾ സൈലൻസറായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സ്പീക്കറിലൂടെ നമുക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫംഗ്ഷനും കൂടെ ബ്ലൂടൂത്ത് എനേബിൾഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു മോട്ടോർ സൈക്കിളിന് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്കിവിടെ ഈ പറഞ്ഞ പോലെ കോൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഡിക്ലൈൻ ചെയ്യാനുള്ളതും അതേപോലെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഗിയേഴ്സ് ആണ് ഈ ഒരു പാനലിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ഫ്ലൂയിഡ് നമുക്ക് ഈ ഒരു 2 പോർഷനായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ പറഞ്ഞ ഒരു ചെറിയ കുഞ്ഞു ഡ്രോബാക്ക് ആണ് ഇപ്പോഴും പറയാനുള്ളത്. അതായത് ഈ ഒരു ക്രൂയിസർ അല്ലെങ്കിൽ ആ ഒരു മോഡലിൽ വരുന്ന മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് സർക്കുലർ മോഷനിലുള്ള ഒരു ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ORVM അല്ല കൊടുക്കാമായിരുന്നു. അത് മാത്രമാണ് ചെറിയൊരു ഈ ഒരു ബൈക്കിൻ്റെ ഒരു എന്താ പറയുക ലുക്കിന് ചേരാത്ത 2 ORVM ആയിപ്പോൾ അത് മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത്. അതിന് പുറമെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിംഗ് ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ഓഫർ ചെയ്യുന്ന മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചാർജിൻ്റെ കാര്യം പറഞ്ഞില്ല. ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 5 തൊട്ട് 6 മണിക്കൂർ വരെയാണ് ഫുൾ ചാർജിനുള്ള ടൈം എന്ന് പറയുന്നത് നോർമൽ ചാർജിങ്ങിൽ. അപ്പം തൽക്കാലം നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ഇതിന് പറ്റും, പക്ഷേ എന്നാലും കൊമാക്കി ആയിട്ട് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ അഡാപ്റ്റേഴ്സോ കാര്യങ്ങളൊന്നും തൽക്കാലം പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ഭാവിയിൽ വരുമെന്ന് കൊമാക്കി ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് നോർമൽ ചാർജ് എന്ന് പറയുന്നത് 5 to 6 hours ആണ്. അതിൽ നമുക്ക് റേഞ്ച് ഏകദേശം 160 തൊട്ട് 180 കിലോമീറ്റർ വരെയാണ് ഈ ഒരു ബൈക്കിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോരുത്തർ ഓടിക്കുന്ന പേഴ്സണലായിട്ട് ഓരോരുത്തരുടെ ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം വരാം. എന്നാലും എക്കോണമിക്കലായിട്ടുള്ളൊരു റേഞ്ച് എന്ന് പറയുന്നത് 160 to 180 ആണ്. അപ്പം ഈ പറഞ്ഞ പോലെയാണ് നമ്മളൊരു ഓവർനൈറ്റൊക്കെ ചാർജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഫുൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ചാർജ് ഓഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് കൊമാക്കി റേഞ്ചർ എന്ന് പറയുന്നത്.
കൊമാക്കി റേഞ്ചിന്റെ റിയർ പ്രൊഫൈലിലേക്ക് വരും. നമുക്ക് ആദ്യം തന്നെ ഒരു എക്സോസ്റ്റിന്റെ ശബ്ദം, എക്സോസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി സ്പീക്കറാണ്. അപ്പോൾ അതിന്റെ ശബ്ദം എങ്ങനെയാണെന്നൊന്ന് നമുക്കൊന്ന് റെവ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊമാക്കി റേഞ്ചറിന്റെ എക്സോസ്റ്റിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. ബേസിക്കലി 2 സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ വോളിയൂമും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ഡിസേബിളും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അത് എനേബിൾ ചെയ്താൽ മതി. അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞ ചെറിയൊരു ഫ്ലെയിമിന്റെ എഫക്റ്റ് കൊടുത്ത് രാത്രി കാലങ്ങളിൽ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു 2 യൂണിറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് റിയർ എൻഡിലേക്ക് വരുമ്പം ഈ ഒരു പോർഷനായിരുന്നു നമുക്ക് ബ്രേക്ക് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്ക് ശരിക്കും ഒരു ക്രൂയിസർ ബൈക്ക് അല്ലെങ്കിൽ നമുക്ക് ചില ഹാർലി മോഡൽസിന്റെ ഒക്കെ ലുക്ക് എവിടെയൊക്കെ നൽകുന്നുണ്ട്, ക്രൂയിസർ മോഡൽസിന്റെ ലുക്ക് എവിടെയൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക് ലാമ്പിന് ചെറിയൊരു ക്രോം ഗാർണിഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ വീണ്ടും റിഫ്ലക്റ്റീവ് യൂണിറ്റ് കാണാൻ സാധിക്കും. ലൈസൻസ് ബോർഡ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അതിനും ഒരു ഹാലജൻ ലാമ്പാണ് നമുക്ക് ലൈസൻസ് ബോർഡിന്റെ ലാമ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. 2 സൈഡായിട്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു ക്രോം പ്ലേറ്റിംഗും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 ബോക്സ് വരുന്നുണ്ട്, യൂട്ടിലിറ്റി ബോക്സ് അല്ലെങ്കിൽ 2 കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പം വേണ്ട, ഇപ്പോൾ നമ്മൾ കൂടുതൽ സിറ്റി യൂസ് ആണെന്നുണ്ടെങ്കിൽ പില്യൻ പാസഞ്ചറിന്റെ കംഫർട്ടിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു യൂണിറ്റ് മൊത്തത്തിൽ അഴിച്ചു മാറ്റാൻ സാധിക്കും. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് 2 സ്ക്രൂ അൺമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടോട്ടൽ യൂണിറ്റ് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഈ 2 ബോക്സും ലോക്കബിൾ ആയിട്ടുള്ള ബോക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ വളരെ സേഫ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള 2 ഫൈബർ ബോക്സുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 140 സെക്ഷൻ ടയേഴ്സ് ആണ് വരുന്നത്. അപ്പം മോട്ടോർ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ റിയർ ടയറിലേക്കാണ്. അപ്പം കൊമാക്കി റേഞ്ചറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് സാധാരണ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിൽ കാണുന്ന പോലെ എടുത്തു ചാടുന്ന ഒരു അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ ഒരു എന്താ പറയുക ഒരു പവർ എന്നുള്ളത് വളരെ ലീനിയർ ആയിട്ടുള്ള പവർ ഔട്ട്പുട്ടാണ് ഈ ഒരു മോട്ടർ നമുക്ക് നൽകുന്നത്. അപ്പോൾ ശരിക്കും വളരെ നീറ്റായിട്ടും എന്താ പറയുക വളരെ ഒരു ക്രൂയിസർ ബൈക്കിന്റെ ലുക്ക് ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈവൻ ഈ ഒരു റിയർ പ്രൊഫൈൽ ആയാൽ പോലും കൊമാക്കി റേഞ്ചറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊമാക്കി റേഞ്ചറിന്റെ നമ്മൾ ഡ്രൈവിലേക്ക് വരുമ്പോൾ ആദ്യം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു ക്രൂയിസർ ബൈക്ക് എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രൈവ് പോസ്ചർ ഓഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് കൊമാക്കി റേഞ്ചർ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു മോട്ടർ എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾസ് അല്ലെങ്കിൽ സ്കൂട്ടേഴ്സിൽ കാണുന്ന പോലെ ഒരു ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇനീഷ്യൽ പവർ ഔട്ട്പുട്ട് അല്ല, നമ്മൾ വളരെ ലീനിയർ ആയിട്ടാണ് ഈ ഒരു മോട്ടോർ സൈക്കിളിലെ പവർ ഔട്ട്പുട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സേഫ് ആയിട്ട് തന്നെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ക്രൂയിസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് സാധാരണ മിക്ക ഈ മോട്ടോർ സൈക്കിൾസിലും അല്ലെങ്കിൽ ഈ സ്കൂട്ടേഴ്സിലും വരുന്നൊരു ചെറിയ ഡ്രോബാക്ക് പോലെ ഈ ഒരു റേഞ്ചറിനുമുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് മൊത്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിൻ കട്ട് ഓഫ് ആകും എന്നുള്ളതാണ്. അതൊരു ചെറിയ ഒരു ഡ്രോബാക്ക്. അതിപ്പം കൊമാക്കിയിൽ മാത്രമല്ല, നമുക്ക് ബാക്കി ഏത് ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി ഇതായിട്ടാണ് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മളിപ്പം ടൈറ്റ് ട്രാഫിക്സിലൊക്കെ നിൽക്കുക, ട്രാഫിക് സിറ്റുവേഷനിൽ നിൽക്കുക, പെട്ടെന്ന് ഇങ്ങനെ കട്ട് ഓഫ് ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു പേടി അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ടെൻഷൻ വരാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എല്ലാ മോട്ടോർ സൈക്കിൾസിലും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് ബ്രേക്കിംഗിലേക്ക് വരുമ്പോഴും കോമ്പി ബ്രേക്ക് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് ബ്രേക്ക് റീജനറേഷൻ വരുന്നുണ്ട്. ഒരു പരിധി വരെ ചെറിയൊരു ചാർജ് റീജനറേഷൻ നടക്കുന്നുണ്ട് ബ്രേക്ക് ത്രൂ. അത് കഴിഞ്ഞ് ഈ ഒരു മോട്ടർ ശരിക്കും അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക നല്ല ഞാൻ നേരത്തെ ലീനിയർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നൽകുന്ന മോട്ടർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് 3 മോഡ്സ് അവൈലബിൾ ആണ്. 1, 2, 3 എന്ന് പറഞ്ഞ 3 മോഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമ്മൾ 3ാമത്തെ മോഡിൽ നമുക്കൊരു സൂപ്പർ മോഡും കൂടെ അവൈലബിൾ ആണ്. അതുകൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ ഈ ഒരു ബൈക്കിന് ശരിക്കുള്ള പവർ മനസ്സിലാവുന്ന ഒരു സൂപ്പർ മോഡിൽ നമ്മൾ സൂപ്പർ മോഡ് എനേബിൾ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു കാര്യം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ സൂപ്പർ മോഡ് ഇടുമ്പം ബാറ്ററി കുറച്ചും കൂടെ നല്ല രീതിയിൽ കൺസ്യൂം ചെയ്യും. അപ്പം അത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ വളരെ കുറവ് സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. ചാർജിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ 5 to 6 hours ചാർജിങ് ടൈം വരുന്നത്. 160 to 180 കിലോമീറ്റേഴ്സിനകത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഡ്രൈവിംഗ് ബിഹേവിയർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ ഒരു ഇലക്ട്രിക് ബൈക്ക് ആണെങ്കിൽ പോലും നമുക്ക് എഞ്ചിന് പകരം മോട്ടറാണ് വന്നിരിക്കുന്നത്. മോട്ടറും ബാറ്ററിയും ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ പൊതുവെ മറ്റുള്ള ബൈക്കുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കുറവാണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു 140 തൊട്ട് 150 kg വരെ വെയിറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക വളരെ ലൈറ്റ് ഫീലൊന്നും അല്ല കിട്ടുന്നത്. അത്യാവശ്യം ഒരു നമുക്ക് ഒരു ഹെവി ആയിട്ടുള്ള ഫീൽ ഓഫർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബൈക്ക് ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സീറ്റിംഗ് തന്നെയാണ് എടുത്ത് പറയേണ്ട കാര്യം. അത്യാവശ്യം നല്ല അണ്ടർ തൈ സപ്പോർട്ടും ഒരു ക്രൂസർ ബൈക്ക് എന്ന രീതിയിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ പൊസിഷനും കാര്യങ്ങളെല്ലാം കൊടുത്ത് തന്നെയാണ് കൊമാക്കിയുടെ ഈ ഒരു മോട്ടോർ സൈക്കിൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ക്രൂയിസ് കൺട്രോളും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ അനായാസമായിട്ട് ഇപ്പോൾ ഹൈവേസിൽ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ
കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ തന്നെയാണ് കൊമാക്കി റേഞ്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൊമാക്കി റേഞ്ചറിന് റിവേഴ്സ് മോഡും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് മോഡ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പം കീ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് കൊടുത്ത് നമ്മൾ റിവേഴ്സ് ഞെക്കി ജസ്റ്റ് നമ്മളൊന്ന് ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ബാക്കിലോട്ട് പോകുന്നത് കാണാം. അപ്പോൾ അതാണ് ഇതിൻ്റെ റിവേഴ്സ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ബാക്കിലോട്ട് എടുക്കാതെ ഒരു എന്താ പറയുക അഡ്വാൻറ്റേജ് തന്നെയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് കൊമാക്കിയുടെ ഈ ബൈക്കായിട്ടുള്ള റേഞ്ചാണ്. അപ്പം ഒബ്വിയസ്ലി ഒരു ബൈക്ക് എന്ന രീതിയിൽ, ഇലക്ട്രിക് ബൈക്ക് എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് അധികം ഡൗട്ട്സ് കാണും. അപ്പോൾ അതൊന്നും നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കൊമാക്കിയുടെ സർവീസ് എഞ്ചിനീയർ പുള്ളി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. പ്ലീസ് സർ, പേരെന്താണ്? നോബിൽ. ഓക്കെ ചേട്ടാ, അപ്പം ആദ്യമായിട്ടാണ് കൊമാക്കിയാണ് ആദ്യമായിട്ടൊരു ഇലക്ട്രിക് ക്രൂസർ ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം പൊതുവെ എങ്ങനെയാണ് ഈ ഒരു ഇത്രയും ഒരു ബൾക്കി ആയിട്ടുള്ള ബൈക്കാണ്, അപ്പോൾ നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? എത്ര നേരം? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 5 to 6 hours. അപ്പോൾ അത് നോർമൽ ചാർജിലാണല്ലോ? നോർമൽ ചാർജിംഗ് ആണ്, നമുക്ക് 5 to 6 hours ആണ്. 5 to 6 hours ആണ്. അപ്പം എങ്ങനെയാണ് സാധാരണ റേഞ്ച് പറയുന്നത്? ഞാൻ എവിടെയൊക്കെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ 200 വരെ കണ്ടു, പക്ഷേ ശരിക്കും നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എത്രയാണ് റേഞ്ച്? നമുക്ക് കമ്പനിയിൽ നിന്നായിരുന്നാലും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 160 to 180 kilometers ആണ് പെർ റേഞ്ച് വരുന്നത്. നമുക്ക് ഒരു സിംഗിൾ ചാർജിലത്തേക്ക് നമുക്കൊരു 2 യൂണിറ്റോളം പവർ എടുക്കുന്നുണ്ട്. 2 യൂണിറ്റ് പവർ ആണ് ഒരു സിംഗിൾ ചാർജ്, ഫുൾ ചാർജിന് വേണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മറ്റേ ഈ പറഞ്ഞ പോലെ പെർസെൻറ്റേജിലല്ല, അപ്പോൾ കറക്റ്റ് ആ ബാറ്ററി റീഡിംഗ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? ബാറ്ററി റീഡിംഗ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വോൾട്ടിൻ്റെ ഇത് വെച്ചാൽ, ബാറ്ററി വോൾട്ടിൻ്റെ ഇത് വെച്ചാണ് നമുക്ക് ബാറ്ററി റീഡിംഗ് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഫുൾ ചാർജ് എന്ന് പറയുമ്പോൾ എത്ര വോൾട്ട്? ചാർജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 84 വാട്ട്സ് ആയിരിക്കുമ്പോൾ ഫുൾ ചാർജും, 64 വാട്ട്സ് ആയിരിക്കുമ്പോൾ അത് സീറോ. ഓക്കെ, അപ്പൊ ഇതിനിടയ്ക്ക് വരുന്ന 20% വോൾട്ടാണ് നമുക്ക് ഈ 0 to 100% ചാർജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ സൂപ്പർ മോഡ് എന്ന് പറയുന്നത് എത്രത്തോളം ഇത് കൺസ്യൂം ചെയ്യുമായിരിക്കും? ബാറ്ററി എത്രത്തോളമാണ്? നമുക്ക് സൂപ്പർ മോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്രോൾ വണ്ടിയിൽ വരുന്ന കണക്ക് പെട്രോൾ വണ്ടിന്റെ ആ ഒരു കോൺസെപ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്ററി കൺസ്യൂം ചെയ്യും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു ബ്ലൂടൂത്ത് വെച്ച് നമുക്ക് പാട്ട് വേണമെങ്കിൽ, സോങ് വേണമെങ്കിൽ പെയർ ചെയ്ത് കേൾക്കാൻ തോന്നുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് കാണിച്ചു തന്നിരുന്നെങ്കിൽ പെട്ടെന്ന്. അപ്പൊ നമുക്ക് കോൾ എന്തെങ്കിലും അറ്റൻഡ് ചെയ്യാൻ, കോൾ എനിക്ക് എങ്ങനെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്? എങ്ങനെ വരും? നമുക്ക് കോൾ വിളിക്കുന്ന ആളുടെ സംസാരം നമുക്ക് കേൾക്കാൻ കഴിയും. നമുക്ക് അങ്ങോട്ട് തിരിച്ച് റെസ്പോണ്ട്. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്ക് ഫോൺ നമുക്ക് വരുന്നുണ്ടെന്ന് അറിയാൻ ഈ സ്പീക്കർ സഹായിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു പാട്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് അതിൻ്റെ വോളിയം കാര്യങ്ങളെല്ലാം ഈ ഒരു സ്വിച്ചിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ലോങ് റൈഡൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂസ് ചെയ്യുന്ന സമയത്ത് പാട്ട് കേട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സൈലൻസർ തന്നെയാണ്. സൈലൻസർ എന്ന് പറയുന്നത് ബേസിക്കലി സ്പീക്കറാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അത് പോസ് ചെയ്തോളൂ. അപ്പോൾ അതേപോലെയുള്ളൊരു മേജർ ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. അതായത് നമുക്കിത് കഴുകാൻ സാധിക്കുമോ എന്നുള്ളത്. അതായത് ഒബ്വിയസ്ലി നമുക്ക് മഴയത്ത് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങൾ ഓടിക്കേണ്ടി വരും, വാഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നമുക്ക് നോർമൽ വാഷാണോ അതോ പ്രഷർ വാഷ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? നമുക്ക് കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് നോർമൽ വാഷാണ് ബൈക്കിന്. പ്രഷറൈസ്ഡ് വാഷ് നമ്മൾ ഉപയോഗിക്കുന്ന ടൈമിൽ മോട്ടറിലോട്ടോ അല്ലെങ്കിൽ ബാറ്ററിന്റെ ആ കണക്ഷനിലോട്ട് വെള്ളം ഒരുപാട് ഫോഴ്സിൽ കയറി കഴിയുമ്പോൾ ഷോർട്ട് കണക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മഴയത്താണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഭാഗം, എന്നാലും അങ്ങനെ അത് ഒരു പ്രശ്നമില്ല. നമ്മൾ പ്രഷർ വാഷ് ചെയ്യാതിരുന്നാൽ മതി. നമുക്ക് ബാറ്ററിന്റെ ചാർജിംഗ് പോയിന്റ് നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിലെ ചാർജിംഗ് പോയിന്റ് ആ ഒരു ലെവൽ നമ്മൾ മുങ്ങാണ്ട് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നോർമൽ മഴയും കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഒരു ചെറിയ ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഈ ബൈക്കായാലും നമുക്ക് വെയിറ്റിംഗ് പീരീഡ് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇപ്പം കൊമാക്കി പറയുന്നുണ്ടോ? നമുക്ക് നിലവിൽ 1 month വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. ബുക്ക് ചെയ്തതിനു ശേഷം 1 month വെയിറ്റിംഗ് പീരീഡിലാണ് നമ്മൾ വണ്ടി ഡെലിവറി കൊടുക്കാം. അപ്പം രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ പെട്ടെന്ന്. ഓക്കെ ഓക്കെ. അപ്പം ബേസിക്കലി ഈ ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഏക ക്രൂസർ ബൈക്കാണ് ഇന്ത്യയിൽ, ഇലക്ട്രിക് ആയിട്ടുള്ള ക്രൂസർ ബൈക്ക്. അപ്പം പൊതുവെ കസ്റ്റമർ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? എല്ലാവരും ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കുന്നവർക്ക് നല്ല അഭിപ്രായമാണ്. ഒരുപാട് നമുക്ക് ബുക്കിംഗും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ഓക്കെ ബ്രോ, അപ്പോൾ താങ്ക് യു. ഓക്കെ, താങ്ക് യു.
ഇന്ന് ഡ്രീം ഡ്രൈവിന്റെ എപ്പിസോഡിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെട്ടത് കൊമാക്കിയുടെ റേഞ്ചർ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ക്രൂസർ ഈ മോട്ടോ സൈക്കിളാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് ഓഫർ ചെയ്യുന്ന ഒരു ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ, ക്രൂസർ മോട്ടോർ സൈക്കിൾ തന്നെയാണ് റേഞ്ചർ. അപ്പോൾ റേഞ്ചറിന്റെ ഒരു അപ്രോക്സിമേറ്റ് എക്സ്-ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1,74,500 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് വേറെ കോമ്പറ്റീറ്റർ ആയിട്ട് പറയാൻ പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിൾസ്, അതായത് ക്രൂസർ മോട്ടോർ സൈക്കിൾസ് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് ഓഫർ ചെയ്യുന്ന, അതേപോലെ ചാർജിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ പോലും നമ്മൾ 5 to 6 hours ചാർജ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 160 തൊട്ട് 180 കിലോമീറ്റർ വരെ നമുക്ക് റേഞ്ച് കിട്ടുന്ന ഒരു മോട്ടോർ സൈക്കിളും കൂടെയാണ് കൊമാക്കി റേഞ്ചർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് എർഗോണോമിക്സ് ഓഫർ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിൾ തന്നെയാണ്. അപ്പോൾ ഈ ആഴ്ചത്തെ ഈ ഒരു ഡീറ്റെയിൽ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു പുതിയ ബൈക്കുമായി അല്ലെങ്കിൽ മറ്റൊരു പുതിയ വാഹനവുമായിട്ട് നമുക്ക് ഡ്രീം ഡ്രൈവിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.